ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഹാലോങ് ബേയിലെ ലുവോൺ കേവ് ആണ് കണ്ടത്. ഇന്നത്തെ വീഡിയോ ഹാലോങ് ബേയിലെ തന്നെ അതിപ്രസിദ്ധമായ സുങ്സോട്ട് കേവ് എന്നും സർപ്രൈസ് കേവ് എന്നും അറിയപ്പെടുന്ന അതിമനോഹരമായ ഗുഹയിലേക്കാണ്. ഈ ഗുഹയിൽ എത്തിച്ചേരുന്നതിനായി ഹാനോയിൽ നിന്നും ഹാലോങ് ബേ എത്തിയതിന് ശേഷം അവിടെ നിന്നും പാക്കേജ് ട്രിപ്പ് ചെയ്യുന്ന ഡേ ക്രൂയിസ് ബോട്ടുകൾ വഴിയോ ഓവർനൈറ്റ് ക്രൂയിസ് ബോട്ടുകൾ വഴിയോ അതുമല്ലെങ്കിൽ പ്രൈവറ്റ് ബോട്ട് വഴിയോ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഹാലോങ് ബേ ടൂർ ചെയ്യുന്ന മിക്ക ക്രൂയിസ് ബോട്ടുകളിലെയും ഒരു സ്റ്റോപ്പ് പോയിൻ്റാണ് ബോൺഹോൺ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സുങ്സോട്ട് കേവ്. ഐലൻഡിലെ ബോട്ട് ജെട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഏതാനും പടവുകൾ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രകൃതിദത്തമായി നിർമ്മിതമായ നിരവധി വലുതും ചെറുതുമായ ഗുഹകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സുങ്സോട്ട് ഗുഹയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വിചിത്ര ലോകത്തിലേക്ക് പോകുന്ന പോലെ ഫീൽ തോന്നും. പാറയിൽ നിന്ന് ഊറി വരുന്ന ചുണ്ണാമ്പ് കൽപ്പുറ്റുകളാണ് ഇതിനകത്ത് പ്രധാന അട്രാക്ഷൻ. ഐസ് ഉറഞ്ഞു നിൽക്കുന്നത് പോലെ പല സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായ ചുണ്ണാമ്പ് കൽപ്പുറ്റുകളെ ഇവിടെ കാണാം. നൂറ്റാണ്ടുകൾ നീണ്ട നിക്ഷേപങ്ങളുടെ ഫലമായാണ് ഇത് ഉണ്ടായത്. ചില സ്ഥലങ്ങളിൽ മേൽത്തട്ടിലായാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ തറയിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതായും കാണാം. ഈ കൽപ്പുറ്റുകൾ വിവിധ രൂപങ്ങളോടുമായി സാമീപ്യമുള്ളവ കൂടിയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട ഭൂമിയുടെ ഈ കരവിരുതിനെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും നിഗൂഢമായ ഒരു അന്തരീക്ഷം തന്നെ ചുറ്റും കാണാൻ കഴിയും. ഈ കൽപ്പുറ്റുകളിൽ ചില സ്ഥലത്തു നിന്നും സൂര്യപ്രകാശം തട്ടി പ്രതിഫലിച്ചു വരുന്നു. ചില സ്ഥലങ്ങളിൽ കളർ ലൈറ്റുകൾ കൊടുത്ത് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുന്നതായും കാണാം. ഈ ഗുഹയിലെ ചുണ്ണാമ്പ് കൽപ്പുറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കം തന്നെയുണ്ട്. ധാതുക്കളുടെ മന്ദഗതിയിലുള്ള നിക്ഷേപം മൂലമാണ് ഇത്തരത്തിലുള്ള ചുണ്ണാമ്പ് കൽപ്പുറ്റുകൾ രൂപപ്പെടാൻ കാരണം. പ്രകൃതി രൂപകൽപ്പന നൽകിയ സങ്കീർണമായ ശില്പങ്ങളുമായി സാമീപ്യമുള്ള ഈ കൽപ്പുറ്റുകൾ വലുപ്പത്തിലും ആകൃതിയിലും വളരെ വ്യത്യാസപ്പെട്ടു കിടക്കുന്നു. നല്ല തണുത്ത ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇതിനകത്ത്. വെള്ളത്തുള്ളികൾ തുള്ളിത്തുള്ളിയായി വീഴുന്നത് സൂക്ഷ്മമായി ശ്രവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കേൾക്കാം. തുടർന്നും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഈ കരവിരുതിൻ്റെ സൂക്ഷ്മമായ ശബ്ദം. ഗുഹയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹാലോങ് ബേയുടെ അതിസുന്ദരമായ കാഴ്ച കാണാം. മരത്തക നിറത്തിലുള്ള ഹാലോങ് ബേയുടെ 360 ഡിഗ്രി വ്യൂ ആണ് മുകളിൽ നിന്നുമുള്ള പ്രത്യേക ഹൈലൈറ്റ്. സൂര്യ ഉദയ അസ്തമനത്തിൽ ആണ് കാണുന്നത് എങ്കിൽ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സുങ്സോട്ട് ഗുഹ സ്ഥിതി ചെയ്യുന്ന ബോഹോൺ ദ്വീപിൻ്റെ വ്യക്തമായ കാഴ്ച ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. കൂടാതെ ഫ്ലോട്ടിംഗ് വില്ലേജിൻ്റെയും ക്രൂയിസ് ബോട്ടുകളുടെയും പരമ്പരാഗത മത്സ്യബന്ധന ബോട്ടുകളുടെയും ഉൾക്കടലിൽ ചിതറിക്കിടക്കുന്നത് ദൂരെ നിന്നും കാണുന്നത് ഒരു കാഴ്ച തന്നെയാണ്. ഒരു ദിവസത്തെ പ്രവേശനത്തിനായി 2,90,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് വേണ്ടത്. അതായത് ഏകദേശം 1000 ഇന്ത്യൻ രൂപയ്ക്ക് അടുത്ത് വരും. 2 ദിവസവും ഒരു രാത്രിയും കണക്കാക്കിയാണ് എടുക്കുന്നതെങ്കിൽ 5,90,000 ഡോങ് വരും. അത് ഏകദേശം 1950 രൂപയ്ക്ക് അടുത്ത് വരും. 3 ദിവസവും 2 രാത്രിയും കണക്കാക്കിയാണ് എടുക്കുന്നതെങ്കിൽ 7,90,000 ഡോങ് ആണ്. അതായത് 2,600 രൂപയ്ക്ക് അടുത്ത് വരും. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ. കൂടാതെ
7 നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ വരുന്ന സ്ഥലം കൂടിയാണ് ഹാലോങ് ബേ. സിങ്സോട്ട് കേവ് കണ്ട് താഴെ എത്തിക്കഴിഞ്ഞാൽ ശാന്തസുന്ദരമായ മരതകപ്പച്ചയോട് കൂടിയുള്ള ഒരു ബീച്ചാണ്. പല തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഈ ബീച്ചിൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നതായി കാണാം. സ്വിമ്മിംഗ്, സൺ ബാത്തിങ്, സ്നോക്കലിംഗ്, കയാക്കിംഗ്, ബീച്ച് ഗെയിംസ്, ഫോട്ടോഗ്രാഫി, പിക്നിക്കിംഗ്, നേച്ചർ വാക്സ്, ബേർഡ് വാച്ചിങ്, ഇതിനെല്ലാം അനുയോജ്യമായ സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെ നിന്നും ഏതാനും മീറ്ററുകൾ നടന്നാൽ ബോട്ട് ജട്ടിയിലേക്ക് എത്താം. കടലിന് സൈഡിലൂടെ തടിയിൽ തീർത്ത കൈവരിയോട് കൂടിയുള്ള നടപ്പാത, ചുറ്റിനും ഹാലോങ് ബേയുടെ സുന്ദരമായ കാഴ്ച. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ദയവായി ഒരു തംസ് അപ്പ് നൽകുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.